السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. പത്താമത്തെ ഹദീസ് സബബു ഇജാബത്തി ദുആത്ത് ഉത്തരം കിട്ടുള്ള കാരണം അഥവാ അള്ളാഹു നല്ലവനാണ്, അവന് നല്ലത് മാത്രമേ സ്വീകരിക്കടെ, നിങ്ങൾ നല്ലത് തിന്നോളൂ, സ്വാലിഹായ നല്ല സൽക്കർമ്മങ്ങൾ ആക്കോറൂ. അതാണ് ഖുർആൻ ചൊല്ല്. എന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കിയ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ಬಗ್ಗೆ ചൊല്ലു സുമ്മ ദക്കറ റജുല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരാളെ ಬಗ್ಗೆ ചെന്ത്, ഒരാളെ ബഗ്ഗെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുക. ഏതൊരാള് യുതീലു സഫറ, അയാൾ യാത്ര നീട്ടു അഥവാ നീണ്ട യാത്ര അയാൾ പോണ്ടു. ഹജ്ജാവട്ട്, ജിഹാദാവട്ട്, കുടുംബ ബന്ധങ്ങൾ ചേർക്കുകയാവട്ട് നീണ്ട യാത്ര പോണ്ടു. പക്ഷെ അയാളെ ബഗ്ഗ് ചെല്ലുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു അഷാസു, അയാൾ അഷാസാണ് അഥവാ അയാള് തടിൽ മൊത്തം ചേറ് പുറണ്ടങ്കിത്ത ആളാണ്, മുടി ജടകെട്ടിയ ആളാണ്, ബാറിറ്റില്ല, സമ കുളിച്ചിട്ടില്ല, അങ്ങനത്തെ ആളാണ്. അക്ബറു, തടിയിലും വസ്ത്രത്തിലും പൊടി വരണ്ടങ്കിത്ത ആളാണ്, വസ്ത്രത്തെയും തടിയിലെയും കളർ മാറിപ്പോയില്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അയാളുണ്ട്. യമുദ്ദു യദൈഹി, അയാളെ ജണ്ട് കൈ നീട്ടു. ഈ അഷാസായ അക്ബറായ ആള് ജണ്ട് കൈ നീട്ടിയോണ്ടുണ്ട് ഇലസമാ, മേൽഭാഗത്തേക്ക് കൈ നീട്ടുമ്പോ എന്താണ് അയാൾ ചൊല്ലുക? യാ റബ്ബു യാ റബ്ബു യാ റബ്ബു, ഓ നന്റെ റബ്ബ് നക്ക് ഇന്നാലിന്ന് നീ തരണു, നന്റെ തൊട്ട് ഇന്നാലിന്ന മുസീബത്ത് നീ ഇല്ലാണ്ടാക്കണം. അങ്ങനെ ദുആയാണ് അയാൾ നടത്തേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു, കാണുമ്പോ വളരെ സാധുവായി ദുനിയാവിടെ സ്നേഹമില്ലാത്ത ആളെപ്പോലെ കണ്ട് അയാൾ ജണ്ട് കൈനീട്ടിയും റബ്ബുടൊട്ടിಗೆ കേട്ടോണ്ടുണ്ടു. പക്ഷേ വമത്അമുഹു ഹറാം, അയാളെ ഭക്ഷണം അയാൾ തിന്നരുത് ഹറാമാണ്. വമശ്റബുഹു ഹറാം, അയാളെ പാനീയം ഹറാമാണ്. വമൽബസുഹു ഹറാം, അയാളെ വസ്ത്രം ഹറാമാണ്. വഗുദിയ ബിൽ ഹറാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു, ചെറുത് മുതലേ അയാൾ ഹറാമ് കൊണ്ട് ഭക്ഷണം നൽകപ്പെട്ട ആളാണ്. പൂർണ്ണമായും ഹറാമിലാണുള്ള അയാൾ ധരിച്ചതും അയാൾ ഉടുത്തതും അയാൾ കിടക്കുന്ന ജാഗയും അയാളെ മസ്കനും വസ്ത്രവും എല്ലാം ഹറാമ് കൊണ്ട് നിറഞ്ഞതാണ്. അങ്ങനത്തെ ആളാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേൾക്കുന്നു, ഫഅന്നാ യുസ്തജാബു ലഹു, അയാൾക്ക് എങ്ങനെയാണ് ഉത്തരം കിട്ടേ, അയാളെ ദുആത്ത് എങ്ങനെയാണ് ഉത്തരം കിട്ടേ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ചൊന്നിട്ടുള്ളത്. എങ്ങനെ ഉത്തരം കിട്ടും? കാരണം അയാൾ ഹറാമ് കൊണ്ട് നിറഞ്ഞെത്ത ആളാണ്. നിഷിദ്ധമായതാണ് അയാൾ ഉപയോഗിക്കടെ, നിഷിദ്ധമായതാണ് തിന്നറെ. അയാളെ ഒന്നുകും പിന്നെ ഉത്തരം കിട്ടില്ലാണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്ത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരാളെ മുട്ട ഇങ്ങനെ പൊയ്ത്ത് അയാൾ നീണ്ട് ദ്വാർന്നോണ്ടുണ്ടു. ഭയങ്കര നീണ്ട ദ്വായാണ്. അപ്പോഴാണ് മൂസാ നബി അലൈഹിസ്സലാം കേക്കട് അള്ളാഹുടൊട്ടിಗೆ, യാ റബ്ബ് അമസ്തജബ്ത ലിഅബ്ദിക്, നിന്റെ ഈ അടിമക്ക് നീ ഉത്തരം കൊടുത്തിട്ടില്ലേ, എത്ര നേരായിട്ട് അയാൾ ദ്വാർന്നോണ്ടുണ്ടല്ലേ. അപ്പോഴാണ് അള്ളാഹുടെ വഹി, ഓ മൂസ അലൈഹിസ്സലാം, അയാളങ്ങ് കരഞ്ഞിട്ട് അയാളെ ശരീരം ആത്മാവങ്ങ് ഉയർന്നു പോയെങ്കും അയാളെ കൈ ആകാശത്ത് എത്തിയെങ്കും അയാൾക്ക് ഉത്തരം കിട്ടാലെ. എന്തുകൊണ്ടാണ്? അള്ളാഹുവേട്ട് മൂസാ നബി അലൈഹി സ്വലാം കേൾക്കുമ്പോ അന്ന ഫീ ബത്നിഹിൽ ഹറാം വഅലാ ളഹ്രിഹിൽ ഹറാം വഫീ ബൈതിഹിൽ ഹറാം നഊദു ബില്ലാഹ്, അയാളെ പള്ളൽ ഹറാമുണ്ട്, അയാളെ മുതലുമുണ്ട്, അയാളെ ഔത്തുലുമുണ്ട്, മൊത്തം ഹറാമുലാണ് അയാളുള്ളേ. ഹറാമായ സമ്പത്ത് ബർമ്പ ഗൊന്താവുള്ള ദുനിയാവുൾ വലിയ കൊശിയാവുള്ളൂ. കാരണം സമ്പത്ത് ഇങ്ങനെ വന്നുകൊണ്ടുള്ളല്ലേ. എവിടമാ ബഡ്ഡിയിലെ പൈസ എടുക്കിടാറ്, അതുപോലെ ബാക്കി ഞങ്ങൾക്ക് കട കൊടുക്കിടാറ്, ഓണ്ടൊട്ടിക്ക് കട ഉണ്ട്, അപ്പോ തിരിച്ചു തരുമ്പോ ഇത്ര തരണുണ്ട് നിബന്ധന വെക്കിടാറ്. അങ്ങനെ ദച്ചവിടെ പൈസ ആക്കിടങ്കത്തെ കുറെ ആൾമാറുള്ള പൈസത്തെ പ്രസവിക്കിടങ്കത്തെ അത് യഥാർത്ഥത്തിൽ വ്യഭിചാരം പോലെയാണ്, ജാരസന്തതി പോലെയാണ്. അതിരെയാണ് ഉപയോഗിക്കിടെ തിന്നറെങ്കിൽ ഹറാമാണ് മൊത്തം തിന്നറ. ഓണും തിന്നറ കൊണ്ട് ഔത്ര ആൾമാർക്കും തിമ്മാട്ടുമ്പോ ശരീരത്തെ ഒരു ഭാഗത്തിൽ വസ്ത്രത്തെ ഒരു ഭാഗത്തിൽ നജസായതുക്ക് ആ വസ്ത്രം മൊത്തം മൂത്രം കൊണ്ട് കൽകും പോലെയാണ്. അങ്ങനത്തെ ദുരവസ്ഥയാണ്. ഹറാമ് ഉണ്ടാ എങ്കിൽ ദുആത്ത് ഉത്തരം കിട്ടില്ല, ഇബാദത്തിൽ ലദ്ദത്ത് കിട്ടില്ല, ടേസ്റ്റ് വണ്ടില്ലാണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടിപാട്ട്. സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു തൊട്ടാണ് റിപ്പോർട്ട്. ആ മഹാൻ ചൊല്ലു, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, സഅദ് റളിയല്ലാഹു അൻഹു ദുആത്ത് ഉത്തരം കിട്ട ആളായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആത്ത് കാരണം അയാൾ ചൊല്ലു, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉദുല്ലാഹ അൻ യജഅലനി മുസ്തജാബദ് ദഅവ, ദുആത്ത് ഉത്തരം കിട്ട ആളായി മാറണമെന്നാണ്. അതുക്ക് വേനായി നിങ്ങൾ അല്ലാഹുടൊട്ടിಗೆ ദ്വാർ കുറവും ചെല്ലു.
അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദുആ അതിബ്മ തുഅമക്, നിങ്ങളെ ദുആത്ത് ഉത്തരം കിട്ടണുണ്ടായെങ്കിൽ നിങ്ങളെ ഭക്ഷണം നല്ലതാവട്ട്, നിങ്ങ പള്ള എടുക്കിടങ്കത്തെ നിങ്ങ തിന്നിറങ്കത്തെ ആഹാരം ആറാറമുട്ടത്തെ കട്ടെടുത്തതാവൂ തീറ, സമ്മതമില്ലാണ്ട് ഉപയോഗപ്പെടുത്തുക തീറ, ഹലാലായത് മാത്രമാവണു, അത് നല്ലതാവണു എങ്കിൽ തക്കുൻ മുസ്തജാബത്ത് ദഅവ, നിങ്ങ ദുആത്ത് ഉത്തരം കിട്ടങ്കത്തെ ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പഠിപ്പാട്ടറ്. അപ്പോ ഒരു പക്ക പോയപ്പോ അവിടെ ഭക്ഷണം ഓതിയാക്കിക്കൊണ്ടുള്ളാറ് എങ്കിൽ അർഹമായതല്ലാണ്ട് എടുക്കുകതീറ, അനർഹമായി എടുക്കുകതീറ. എവിടെ ക്യൂൽ നിന്റെ അവിടെ ആവട്ടെ, എവിടെ പള്ളിയിലാവട്ടെ, എവിടെ ഇഫ്താറിലാവട്ടെ, നിക്ക് എത്രയാണോ തന്നരെ അതാണ് എടുത്തോണ്ട് പോണായ. അതല്ലാണ്ട് മെല്ലെ ആൽമാർ ഗൊന്തില്ലാണ്ട് എടുത്തെങ്കിൽ അത് നിഷിദ്ധമായിട്ട്. ഇഫ്താറിന്റെ ടൈമിൽ പോലും നിഷിദ്ധമായത് പള്ളയുടെ ഉൾക പോയെങ്കിൽ അവന്റെ ഇബാദത്തിൽ ടേസ്റ്റ് ഇല്ല, അവനുക്ക് ഒന്നും കിട്ടില്ല, പടച്ചോണുകു അവൻ്റെ ഒട്ടിಗೆ ഇഷ്ടമല്ല. നിക്കെന്താണോ അനുവദിച്ചു തന്നത് അത് മാത്രം. അപ്പൊ തിന്നറവിടെ വളരെ സൂക്ഷ്മതയാണ്. എങ്കിൽ നിങ്ങക്ക് ദ്വാത്ത് ഉത്തരം കിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊല്ലു. എന്നിട്ടോ വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദി സല്ലല്ലാഹു അലൈഹി വസല്ലം, സത്യയിട്ടിട്ടാണ് ചൊല്ലുക, ഒരടിമ അയാൾ ഹറാമായ ഒരു പിടിഭക്ഷണം ബായിലിടുമ്പോ, അയാളെ ഉൾക പോകുമ്പോ അയാളെ മുട്ടത്തെ 40 ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടില്ല. സുബ്ഹാനല്ലാഹ്. ഹറാമിൽ നിന്ന് മുളച്ചെങ്കത്തെ ഇറച്ചി, ആ ഇറച്ചിയുടെ ആള് അയാൾ നരകം കൊണ്ട് ബന്ധപ്പെട്ട ആളാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഞങ്ങൾക്ക് പഠിപ്പാട്ടി തന്നോണ്ടുള്ള. കുറ്റങ്ങളെ കൊണ്ട് ശരീരം മൊത്തം നിറച്ചെങ്ക് ഒരിക്കലും ദ്വാത്ത് ഉത്തരം കിട്ടില്ല. ഹറാമായത് തിന്നെങ്ക് ദ്വാത്ത് ഉത്തരം കിട്ടില്ല. ബഹുമാനപ്പെട്ട ചില മഹാന്മാർ ചെന്നാറ് നഹ്നു നദുഉൽ ഇലാഹ, എല്ലാ വിഷമം പറമ്പ പ്രയാസം പറമ്പ റബ്ബുടെ നങ്ങ ദ്വാരക്കിട, റബ്ബുടൊട്ടിಗೆ. അതേ സമയത്ത് വിഷമങ്ങൾ മാറിക്കിട്ടുമ്പോ അവന്റെ നങ്ങ മറക്കിട. ദ്വാത്ത് എങ്ങനെയാണ് നങ്ങ ഉത്തരം പ്രതീക്ഷിക്കലേ? ആ ദ്വാത്ത് ഉത്തരം കിട്ടുക എല്ലാ റൂട്ടും കുറ്റങ്ങളെ കൊണ്ട് നങ്ങ നിറച്ചിടല്ലേ, പിന്നെങ്ങനെ ഉത്തരം കിട്ടും? സുബ്ഹാനല്ലാഹ്. അങ്ങനെ ദ്വാത്ത് ഉത്തരം കിട്ടുന്നത് വലിയ വിഷയമാണ്. മുന്നോൾ ദ്വാവുമായി ബന്ധപ്പെട്ട കുറെ വിഷയങ്ങൾ വിശദീകരിച്ചത് മാത്രവുമല്ല, ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുടെ ഒരു കിതാബ്, ദ്വായുമായി ബന്ധപ്പെട്ട കിതാബ് മുന്നോൾ വിശാലമായി ചൊന്നതുകൊണ്ട് ആ ഭാഗം നാം കടക്കില്ല. ഇവിടെ ഹദീസ് മാത്രമാണ് വിശദീകരിച്ചോ പോയോണ്ടുള്ള. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ചൊല്ല വലിയ മഹാൻ, അയാൾ ബസറത്തെ ഒരു പട്ടണത്തിലൂടെ പോണ്ടു. ആൽമാർ വന്നാറ് കേട്ടാറ്, യാബാ ഇസ്ഹാഖ് മാലന നദഉ ഫലാ യുസ്തജാബു ലനാ, ഞങ്ങൾ ദ്വാർന്നോണ്ടിക്കടല്ലേ, ഞങ്ങൾക്ക് ഉത്തരം കിട്ടില്ല. എന്തുകൊണ്ടാണ്? മഹാൻ ചൊന്തുലി അന്ന ഖുലൂബക്കും മാതത് ബിഅശ്റതി അശ്യാ, നിങ്ങളെ കൽവെല്ലാം മരണപ്പെട്ടു പോയിട്ട് ചത്തുപോയിട്ട് 10 കാരണങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ടാ ഉത്തരം കിട്ടില്ല. ഒന്ന്, അള്ളാഹുടെ അറിഞ്ഞിടാറ് നിങ്ങ, അവന്റെ ഹക്ക് വിട്ടില്ല നിങ്ങ. രണ്ടാമത്, അള്ളാഹുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കിടാറ് നിങ്ങ, പക്ഷെ അവിടുത്തെ സുന്നത്ത് നിങ്ങൾ ഒഴിവാക്കിടാറ്. ഖുർആൻ നിങ്ങൾ ഓതറാറ്, ഖുർആൻ കൊണ്ട് അമലാക്കില്ല. നാലാമത്, അള്ളാഹു തന്ന നിയമത്ത് തിന്നോണ്ടുള്ളാറ്, അതുക്ക് നിങ്ങൾ നന്ദി കാട്ടിയോണ്ടില്ല, ശുക്രില്ല. നിങ്ങൾ ചെല്ലാറ് ശൈത്താൻ നിങ്ങളുടെ ശത്രുവാണ്, പക്ഷേ ശൈത്താനുക്ക് നിങ്ങൾ എതിർകാട്ടില്ല. ആറാമത്, സ്വർഗം ഉണ്ടൂൻ ചെല്ലാറ്, പക്ഷേ സ്വർഗത്തുക്ക് വേണായി പ്രവർത്തിക്കില്ല. നരകം ഹക്കും ചെല്ലാറ്, അതിലെ തൊട്ട് നിങ്ങൾ ഓടിപ്പോണ്ടില്ല. മരണം ഹക്കും ചെല്ലാറ്, അതുക്ക് വേണായി നിങ്ങൾ തയ്യാറാവില്ല. ഇങ്ങനെ ഓരോ കാരണങ്ങളാണ് മഹാൻ എണ്ണിയോണ്ടുള്ള. വർക്കത്തിൽ നിന്ന് നിങ്ങൾ ഉണർറാറ്, എന്നിട്ടോ ആൽമാർ ഐബ് കൊണ്ട് ഷൂലാവിടാറ്. നിങ്ങളെ ഐബ് നിങ്ങൾ മറക്കിടാറ്. ഏറ്റവും വലിയ ദുരന്തവും മുസീബത്താണിത്. സുബൈക്ക് വറക്കിട എണിക്കിടാറ് നിങ്ങ, എന്നിട്ട് ലോകത്തുള്ള ആൽമാർ ഐബാണ് ചൊന്നോണ്ട് നടക്കട്. അതേ സമയത്ത് നിന്റെ തല മുതൽ കാലുവരെ എത്രയോ ഐബുകളുണ്ട്, അത് നിങ്ങൾ മറക്കിടാറ്. ആറാറ് ബഗ്ഗിയാണ്. പരിശുദ്ധ റമദാനിൽ വരെ അങ്ങനെ ഗീബത്ത് നമീമത്ത് കൊണ്ട് നിറക്കിടങ്കിയ ആൾമാരുള്ളാർ. നമീമത്തും ഗീബത്തും വേണ്ടാൻ ചൊന്ന് ദൂരെ നിണ്ടെങ്കിൽ എങ്ങനെ ആയെങ്കിലും അതൊക്കെ ബലിച്ചോണ്ട് കൊണ്ടെങ്കിയ ആൾമാരുള്ളാർ. ചില ആൾമാർക്ക് അത് വലിയ ഇഷ്ടമാണ്. അത് ചൊന്നില്ലെങ്കിൽ അവന് വർക്ക് വേണ്ടില്ല, അവനത് ബായിലിട്ടിട്ട് ആറാൾമാരെ ചവച്ചെങ്ക് മാത്രമാണ് അവന് അവിടെ. റമദാൻ ആയതുകൊണ്ട് ഞാൻ യാരെന്നും ചൊല്ലില്ല, റമദാനല്ലേ ഗീബത്തെ ചൊന്നോണ്ടുള്ളേ. എന്നിട്ട് ചില ആൾമാർ ചൊല്ലേണ്ടുണ്ട്, റമദാനല്ലേ ഞാൻ യാരെന്തും ചൊല്ലില്ല, ചൊന്നിട്ടെല്ലാം ആയിട്ട് ചൊല്ലതെല്ലാം ചൊന്നിട്ടായിട്ട്, എന്നിട്ട് അതിക്ക് ഇങ്ങനെ കൂട്ടറ്. ഇങ്ങനെ അമൽ എല്ലാം പൊളിക്കിടങ്കത്തെ ഏറ്റവും വലിയ ദുരന്താണ്. മഅദല്ലാ, ഞങ്ങൾ ആക്കിടങ്കത്തെ സർവ്വ അമലും പൊളിക്കരുതാണ് ഗീബത്ത് നമീമത്ത്. അത് ഏറ്റവും വലിയ തെറ്റാണ്. പലപ്പോഴും പല ആൾമാരും അത് മനസ്സിലാക്കില്ല. ഗീബത്ത് നമീമത്തിൽ മുങ്ങിയോണ്ടിക്കട, ആറാറ് ബഗ്യ ദൂരിയോണ്ടിക്കട. റമദാനാവട്ടെ അല്ലാത്ത തിങ്കളാവട്ടെ ഗീബത്തിന് ചൊല്ലെ വലിയ ഹറാണ് കുറെ ആൾമാർ. യഥാർത്ഥത്തിൽ വ്യഭിചാരത്താട്ടി അശദ്ധാണ് ഗീബത്ത്. അൽ ഗീബത്തു അശദ്ദു മിനസ് സിന, വ്യഭിചാരത്താട്ടി ഏറ്റവും ശക്തമാണ് ഗീബത്ത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഞങ്ങൾക്ക് പരിപാടി തന്നോണ്ടുള്ളത്. അപ്പോ വ്യഭിചാരം ഒരിക്കലും ഹലാലാവാത്ത വിഷയമാണ്. ഒരാൾ നിർബന്ധിപ്പിച്ചിട്ട് വ്യഭിചരിക്കണു നീനും ചെന്നിട്ട് ഇക്റാഹാക്കിത്ത് നിർബന്ധിപ്പിച്ചവിടെ വരെ അത് പാടില്ല. അതേ സമയത്ത് വേറെന്തെങ്കിലും തിന്നുക
അല്ലെങ്കിൽ വേറൊരു പലക്ക ചൊല്ലുക അവന്റെ നിർബന്ധിപ്പിച്ചിട്ട് വിചാരിക്കുക എങ്കിൽ അവന്റെ കൽബുൽ ഈമാൻ ഉണ്ടായെങ്കിൽ ആ നിർബന്ധിപ്പിച്ച ആള് അത് ചൊന്നതുകൊണ്ട് അവനു എന്തും പറഞ്ഞില്ല. കാരണം പിന്നൊരാളെ നിർബന്ധം കൊണ്ടാണ് അവനു അവിടെ അങ്ങനെ ആയിപ്പോയെ. നിർബന്ധിപ്പിച്ചിട്ടാണ് നോമ്പ് മുറിപ്പാട്ട ഒരാൾ. അതുപോലെ ബാക്കി കാര്യങ്ങൾ പിന്നൊരാൾ വന്നിട്ട് നിർബന്ധിപ്പിച്ചിട്ട് ആക്കിയാണ്ടായെങ്കിൽ ഓണു അത് ആക്കാം, തൊന്തര എന്തുമില്ല. കാരണം അവನು ഓന്റെ കൊല്ലുക, നീ ആ സ്വറ ആക്കില്ലെങ്കിൽ ഇപ്പൊ നീ നോമ്പ് മുറിച്ചില്ല നിന്റെ ഞാൻ കൊല്ലുടെ. ഓൻ കൊല്ലകു ശക്തിയുണ്ട്, കഴിവുണ്ട്, ഓൻ്റെ ഒട്ടിക്ക് ആയുധങ്ങളുണ്ട്, അങ്ങനത്തെ ആളാണ് എങ്കിൽ അവനുകൂടെ ഇക്രാഹ് വഴങ്ങിട്ട് നോമുറിക്ക. ഇല്ല നാം നോമുറിക്കില്ല, നീ കൊല്ലും ചൊല്ലല്ല. അതേ സമയത്ത് ഇപ്പൊ നിന്റെ കൊല്ലുടെ വ്യഭിചരിക്കൊള്ളും ചെന്നെങ്കിൽ അത് പാടില്ലാണ്ടാണ്, നിഷിദ്ധാണ്. എങ്കിൽ ആ വ്യഭിചാരത്താട്ടി അശദ്ധാണ് ഗീബത്ത് ചെല്ലുമ്പോ എത്ര വലിയ മുസീബത്താണ്. അള്ളാഹു ഞങ്ങളെ നാവും ഞങ്ങളെ മക്കളെയും സന്താനങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ട്. ഗീബത്തിനെ തൊട്ട് ഞങ്ങൾ എത്ര ദൂരം നിൽക്കാമോ അത്ര കണ്ട് പഠിച്ചോണ്ട് ഞങ്ങൾ ഇഷ്ടപ്പെട്ട. 10ാമത് ചൊല്ലു, നിങ്ങളെ കൂട്ടത്തിൽ മരണപ്പെട്ട കൊല ആൾമാരെ നിങ്ങൾ ദഫാനാക്കിടാർ. പക്ഷേ വലം താഴ്ത്തബിറു, നിങ്ങ പാഠം ഉൾക്കൊള്ളുള്ള. അതുപോലെ നാനും ഒരു നാൾ മരിച്ചു പോണുകൊണ്ടും ചൊല്ലെങ്കിൽ എത്ര ബോധം നിങ്ങക്ക് വന്നോണ്ടില്ല. അതുകൊണ്ടാണ് ഈ പ്രയാസങ്ങളെല്ലാം നിങ്ങക്ക് ബണ്ടേൻ. സയ്യിദുനാ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ആണ് ഞങ്ങൾക്ക് പടിപാട്ടി തന്നോണ്ടുള്ളത്. അപ്പോ വളരെ പ്രധാനപ്പെട്ട പ്രസിദ്ധമായ ഹദീസാണ്. ആ ഒരിക്കലും തെറ്റുകളിൽ ബൂന്നു പോണു തീറ, തെറ്റാക്കു തീറ, ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കണു. ഇതുവരെ ആ വഴിയിൽ സഞ്ചരിച്ച ആളാണെങ്കിലും ഇനി ഒരിക്കലും ഞാൻ അതൊക്കെ പോണ്ടുള്ള ചൊല്ലെങ്കത്തെ നല്ല നീയത്തോടെ മടങ്ങി വന്നെങ്കിൽ അള്ളാഹു അങ്ങനെ തൗബാക്കടാൽമാരൊട്ടിക്ക് വലിയ ഇഷ്ടമാണ്. മുസാ നബി അലൈഹി ഇസ്ലാം ചൊല്ലു, ഓ റബ്ബെ നോമ്പുകാരനും നിസ്കരിക്കടവനും ജിഹാദാക്കിടവനും നിന്റെ ഒട്ടിಗೆ ദ്വാരന്നെങ്കിൽ നിന്റെ ബിൽച്ചെങ്ക് നീൻ എന്തിനു ചൊല്ലേ? അള്ളാഹു ചൊല്ല അക്കൂലു ലബ്ബൈക്ക്, ഞാൻ ലബ്ബൈക്ക് എന്ന് ചൊല്ലേ എത്ര നിക്ക് ഞാൻ ഉത്തരം തന്നേൻ. അതേ സമയത്ത് കുറ്റവാളിയായ ആള് തപ്പാക്കിയെങ്കെത്താള് നിന്റെ ഒട്ടിಗೆ ദ്വാരന്നെങ്ക അള്ളാഹു ചൊല്ല അക്കൂലു ലബ്ബൈക്ക് 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 3 വട്ടം ഞാൻ ചൊല്ലേ, 3 വട്ടം ഞാൻ ചൊല്ലേ. ഓ 3 വട്ടം നീ അവനക്ക് ഉത്തരം കൊടുക്കൂടെ റബ്ബെ? അതെ 3 വട്ടം കൊടുക്കൂടെ. കാരണം ലിഅന്നഹു യഅ്തമദ അലാ കറമി, അവನು നന്റെ ഔദാര്യത്തെ മേൽ അവലംബിച്ചിട്ടാണ്. അല്ലാണ്ട് അവനക്ക് നണ്ടൊട്ടിಗೆ ദ്വാരക്കോ നണ്ടൊട്ടിಗೆ കേക്കോ ഒരു അർഹതയുമില്ല, അവൻ്റെ ഒരു അമലുമില്ല, തപ്പ് മാത്രമേ ഉള്ളൂ. അപ്പൊ നന്റെ മുട്ട എന്നിട്ടും അവൻ ബന്നാണ്ടായെങ്കിൽ അതിന്റെ അർത്ഥം എന്തേ? ഞാൻ വലിയ രാജാവാണ്, നന്റെ ഔദാര്യം നോക്കിയിട്ടാണ് അവൻ ബന്നത്. നന്റെ ഔദാര്യം നോക്കി വന്നെങ്കെത്ത ആളെ ഞാൻ തടയുക അവിടെ. അതേ സമയത്ത് പിന്നൊരാളുണ്ടല്ലേ നോമ്പുകാരൻ നിസ്കരിച്ചവನು, അവന്റെ അമലിന്റെ മേൽ അവലംബിച്ചിട്ട് ആ ധൈര്യത്തിലാണ് വന്നതേ. ഞാൻ നോമ്പെടുത്തരേ, ഞാൻ നിസ്കരിച്ചിരേ, ഒരു ധൈര്യം അവന് കൊണ്ടു. അവന്റെ അമലിന്റെ മേല അവൻ അവലംബിച്ചില്ലേ, പക്ഷെ ഓണു നന്റെ മേല അവലംബിച്ചില്ലേ. അതുകൊണ്ടാണ് ഓണുക്ക് ഞാൻ 3 വട്ടം ഉത്തരം കൊടുക്കുകയും മുസാ നബി അലൈഹി ഇസ്ലാമിനൊട്ടി അള്ളാഹു ചൊന്നാൻ ചെന്നെങ്കിൽ ഏത് തെറ്റാക്കിയെത്ത ആളുകളും തൗബ ഉണ്ടു. പക്ഷെ ഇനി ഒരിക്കലും ഞാൻ അതൊക്കെ മടങ്ങില്ല ചൊല്ല നല്ല നീയത്തോടെ വന്നെങ്കിൽ അള്ളാഹു വലിയ ഉത്തരം തണ്ട. അവനക്ക് വലിയ ഇഷ്ടമാണ്. അള്ളാഹു നമുക്ക് പൊറത്തു തരട്ട്. മഗ്ഫിറത്തിറ 10 അള്ളാഹു ദോഷം പൊറുക്കപ്പെടുന്ന സ്വാലിഹീങ്ങളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ഈ ഹദീസിന്റെ ബർക്കത്തുകൊണ്ട്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്തുകൊണ്ട് ജീവിതത്തിൽ ആക്കിപ്പോയ തെറ്റുകൾ കയ്യും കണക്കുമില്ല. റബ്ബേ ഞങ്ങൾക്ക് നീ പൊറത്തു തരണു റഹ്മാനെ. ഈ മഗ്ഫിറത്തിറ 10 എത്രമാ ആൾമാർക്ക് നീ പൊറത്തു കൊടുക്കുക. സാധുക്കളായ പാവികളായ ഞങ്ങൾക്ക് ഒരു അമലുമില്ല. ഞങ്ങൾ അമലിന്റെ മേൽ അവലംബിച്ചിട്ട് നിങ്ങൾ നിന്റൊട്ടിಗೆ ഞങ്ങൾ കേട്ടോണ്ടില്ല റബ്ബെ. നിന്റെ ഔദാര്യം, നിന്റെ കാരുണ്യം, നീ മാലിക്കുൽ മുലൂക്കാണ്, രാജാവാണ്. അതിനെ മാത്രം നോക്കിയിട്ട് നിന്റെ മേൽ അവലംബിച്ചിട്ട് നിന്റെ ധൈര്യത്തിൽ നിന്റൊട്ടിಗೆ ഞങ്ങൾ കേട്ടോണ്ടുള്ള ഞങ്ങളുടെ ദോഷങ്ങളെ നീ പൊറത്തു തരണം. മഗ്ഫിറത്ത് അത് വളരെ വലുതാണ്. ദോഷം പൊറത്തു കിട്ടിയെങ്കിൽ അൽഹംദുലില്ലാ സന്തോഷമാണ്. കൽബങ്ങ് തിളങ്ങിട് പ്രകാശിക്കട് കൽബോട് അള്ളാഹുടെ മുട്ട പോയെങ്കിൽ അവന് ഞങ്ങളെ സ്വീകരിക്കട. അവന്റെ ഞങ്ങൾക്ക് കാണുകാവൂടു. അവന് ഞങ്ങളെ സ്വർഗത്ത് കടത്തറ. അള്ളാഹുവെ ഞങ്ങളെയും ഞങ്ങളുടെ ഭാര്യ, സന്താനങ്ങൾ, മക്കൾ, ഞങ്ങളെ വോയിസ് കേൾക്കട മുഴുവൻ മോമിനീങ്ങൾ മോമിനാത്തുന്ന എല്ലാ ആൽമാരെയും അക്കൂട്ടത്തിൽ ശുദ്ധീകരിക്കപ്പെട്ട സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി തരണു റഹ്മാനെ. ആമീൻ. എല്ലാവരും ദുആ വസിയത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.